ആനയെ വാങ്ങിത്തരണം എന്നൊരു കുട്ടി പറഞ്ഞു. അച്ഛനില്ലാത്ത കാശൊക്കെ ഉണ്ടാക്കി ആനയെ വാങ്ങി. ഈ ചുണ്ണാമ്പ് പാത്രത്തിൽ ഇതിനെ ആക്കി തരണം അച്ഛാ എന്ന് പറഞ്ഞാൽ ഈ ചുണ്ണാമ്പ് പാത്രത്തിൽ ആനയാക്കണ വിദ്യ അന്വേഷിച്ചിട്ട് ഇവൻ ലോകം മുഴുവൻ നടന്നാൽ എങ്ങനെയുണ്ടാവും? എങ്ങനെയാണ് കൃഷ്ണൻ രുക്മിണിയെ വിവാഹം കഴിക്കുന്നത്? ശരിക്കും പറയുകയാണെങ്കിൽ ഇതൊക്കെ താത്വികമാണ്. കഥകളൊക്കെ ഓരോ വേറെ അർത്ഥം, ഈ പറയണ അർത്ഥമല്ലാത്തൊരർത്ഥം എല്ലാ കഥകൾക്കും ഉണ്ട്. കൃഷ്ണൻ ഏറ്റവും കൂടുതൽ പ്രണയമുള്ളത് രാധയോടായിരുന്നോ അതോ രുക്മിണിയോട് ആയിരുന്നോ? അപ്പൊ കൃഷ്ണനെ അങ്ങോട്ട് പ്രേമിച്ചപ്പോൾ കൃഷ്ണൻ തിരിച്ചിങ്ങോട്ടും രുക്മിണിയെ സ്വീകരിച്ചു എന്നുള്ളതാണ്. യഥാർത്ഥ സ്നേഹത്തിലോ മനുഷ്യന്റെ മൂല്യത്തിലോ താല്പര്യമില്ല. അതാണ് രുക്മിണിക്ക് വിനയായിട്ട് മാറിയത്. അപ്പൊ ഈ രുക്മിണി എന്നുള്ള പേര് എങ്ങനെയാ ചേരുക? രുക്മിണി സൽസ്വഭാവിയും കൃഷ്ണഭക്തയാണെങ്കിൽ ഈ രുക്മം അവിടെ ചേരുവോ എന്നൊരു ചോദ്യമുണ്ട്. കൃഷ്ണന്റെ പ്രണയഭാവങ്ങളിൽ ഏറ്റവും കൂടുതൽ ആളുകൾക്ക് സ്വീകാര്യമായിട്ടുള്ള, അല്ലെങ്കിൽ ക്ഷേത്രങ്ങളിൽ പോലും സപ്താഹങ്ങളിൽ ഏറ്റവും കൂടുതലും ആളുകൾ വരുന്നതും അല്ലെങ്കിൽ ആളുകൾ പങ്കെടുക്കുന്നതും രുക്മിണി സ്വയംവരം തന്നെയാണ്. ഏറ്റവും പ്രാധാന്യമുള്ളതും രുക്മിണി സ്വയംവരമാണ്. എങ്ങനെയാണ് കൃഷ്ണൻ രുക്മിണിയെ വിവാഹം കഴിക്കുന്നത്, അതിലേക്ക് എത്തിച്ചേരുന്നത്? അതായത് ഈ രുക്മിണി സ്വയംവരം നമ്മളിപ്പോൾ സപ്താഹത്തിലൊക്കെ ഒരു ആഘോഷമായിട്ട് കൊണ്ട് നടത്തണമെന്ന് മാത്രം. ശരിക്കും പറയുകയാണെങ്കിൽ ഇതൊക്കെ താത്വികമാണ്. കഥകളൊക്കെ ഓരോ വേറെ അർത്ഥം, ഈ പറയണ അർത്ഥമല്ലാത്തൊരർത്ഥം എല്ലാ കഥകൾക്കും ഉണ്ട്. സത്യത്തിൽ അത് പരസ്പരം വിസ്മരിക്കപ്പെടണു എന്നുള്ളതൊരു വലിയ ദുഃഖമാണ്, വളരെ സങ്കടമായിട്ടുള്ള കാര്യമാണ്. കാരണം അതുകൊണ്ട് ഈ കൃഷ്ണന്റെ കാര്യത്തിലേക്ക് വരുമ്പോഴോ, കൃഷ്ണ ഒരു പ്രണയഭാവത്തിലാണ് ആളുകളെ ഏറ്റവും കൂടുതൽ സ്വീകരിക്കുന്നത് അല്ലെങ്കിൽ പ്രാർത്ഥിക്കുന്നത്. അപ്പം ആ ഒരു പ്രണയഭാവത്തിൽ കൃഷ്ണൻ ഏറ്റവും കൂടുതൽ പ്രണയമുള്ളത് രാധയോടായിരുന്നോ അതോ രുക്മിണിയോട് ആയിരുന്നോ? അങ്ങനെ ഒരു പ്രണയം എന്നുള്ള രീതിയിലല്ല. ശരിക്കും രുക്മിണി അങ്ങടാണല്ലോ പ്രണയിച്ചത്. രുക്മിണി കൃഷ്ണനെ പ്രണയിച്ചു. അത് ഒരു സാധാരണ രീതിയിലുള്ളൊരു ഇതല്ല. നേരത്തെ പറഞ്ഞ പോലെ കൃഷ്ണനെ ഈശ്വരനായി കണ്ടിട്ട് തന്നെയാണ്. അതാണ് ഞാൻ ആ ശ്ലോകങ്ങൾ പ്രത്യേകിച്ച് അതിൽ പറയേണ്ടത് അങ്ങനെ തന്നെയാണ്. അപ്പോൾ കൃഷ്ണനെ അങ്ങോട്ട് പ്രേമിച്ചപ്പോൾ കൃഷ്ണൻ തിരിച്ചിങ്ങോട്ടും രുക്മിണിയെ സ്വീകരിച്ചു എന്നുള്ളതാണ് പറയുന്നത്. പക്ഷെ ആളുകൾ ഏറ്റവും കൂടുതൽ വാഴ്ത്തിപ്പാടുന്നത് കൃഷ്ണന്റെയും രാധയുടെയും പ്രണയമാണ്. കൃഷ്ണന്റെയും രുക്മിണിയുടെയും അത്രത്തോളം ഇല്ലെങ്കിലും കൃഷ്ണനും രാധയുമാണ് കൂടുതൽ ആളുകളും പറയുന്നതും പ്രണയം ഏറ്റവും കൂടുതലും ലോകം മുഴുവൻ ചർച്ച ചെയ്യുന്നതും. അതെ, അത് ഇതിൽ അഷ്ടപതിയിലും, അതായത് സോപാന സംഗീതം എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന അഷ്ടപതി ജയദേവൻ്റെ അതിലൊക്കെ രാധ എന്നുള്ള രാധാകൃഷ്ണ പ്രേമം, രാധ എന്നുള്ള പേര് ശരിക്കും ഭാഗവതത്തിൽ പറയണില്ല. ഒരു ഈ കൃഷ്ണൻ്റെ ഏറ്റവും അടുത്തതായിട്ടുള്ളൊരു ഭക്ത എന്ന നിലയ്ക്ക് രാധയെ അവതരിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. രാധ മാത്രമാണ് എന്നല്ലല്ലോ, എല്ലാവരെയും സ്നേഹിച്ച കൂട്ടത്തിൽ ഒരു ഗോപസ്ത്രീയാണ് രാധ, അത്രയേ ഉള്ളൂ. അങ്ങനെ വിശേഷിച്ചിട്ട് അങ്ങനെ ഭാഗവത്തിൽ ഒരുപാട് രാധ സങ്കല്പം വരുന്നില്ല. പക്ഷെ മറ്റെവിടെയെങ്കിലുമൊക്കെ അത് പറഞ്ഞതിനെ ആയിരിക്കാം ജയദേവർ അഷ്ടപതിയിലേക്ക് എടുത്തിരിക്കണത്. രാധാകൃഷ്ണൻ എന്നുള്ളൊരു ഇതിനെ മാത്രം കൂടെ എടുത്തിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ശരിക്കും എല്ലാ സ്ത്രീകൾ ഗോപസ്ത്രീകളോട് ഒരുപോലെ സ്നേഹമുണ്ട്. അക്കൂട്ടത്തിൽ ഒരു സ്ത്രീയോട് അധികം സ്നേഹമുണ്ട് എന്ന് മാത്രമേ ഇതിൽ പറഞ്ഞിട്ടുള്ളൂ. അതും ആ ഒരു രാസക്രിയയുടെ ഘട്ടത്തിൽ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അല്ലാണ്ട് അങ്ങനെ ഒരു രാധ കൃഷ്ണ സങ്കല്പം ശ്രീമദ് ഭാഗവതത്തിൽ ആയിട്ട് അങ്ങനെ വരുന്നില്ല. പക്ഷെ മറ്റെവിടെ നിന്നൊക്കെ വന്നിട്ടുണ്ടാവാം. അത് അങ്ങനെ പറഞ്ഞ് അതിനെ ഒരു പ്രണയഭാവത്തിലാക്കി മാറ്റി എന്ന് മാത്രമേ ഉള്ളൂ. രുക്മിണി സ്വയംവരത്തിൽ രുക്മിണിയാണ് ആദ്യം കൃഷ്ണനെ സ്നേഹിച്ചത്. കൃഷ്ണനെ കിട്ടണം, കൃഷ്ണൻ അല്ലാണ്ട് തനിക്ക് ഈ ലോകത്തിൽ വേറെ ആളോട് കൂടിയിട്ട് ജീവിതമില്ല എന്ന് അസന്നിഗ്ധമായിട്ട് പ്രസ്താവിക്കുകയാണ് ചെയ്തത്. അപ്പോൾ അതിൽ ഏട്ടനായിട്ടുള്ള രുക്മിയാണ് ആദ്യമായിട്ട് എതിർത്തത്. അദ്ദേഹത്തിന് ഈ രുക്മിണിയുടെ സ്വപ്രകൃതം കാണുമ്പോൾ തന്നെ വളരെ വ്യത്യാസം ഉണ്ടായിരുന്നു. കാരണം ഒഴിഞ്ഞിരിക്കുക, ആൾക്കാരിൽ നിന്ന് ഇങ്ങനെ ഒഴിഞ്ഞു നിൽക്കുക, വേറെ കൃഷ്ണ ചിന്തകൾ ഉണ്ടാവുക, കൃഷ്ണൻ്റെ കഥകൾ പറയുന്നവരോട് മാത്രം താല്പര്യം ഉണ്ടാവുക, അങ്ങനെയൊക്കെ ഒരു വിചിത്രമായിട്ട് ഏകാന്തമായിട്ട് ജീവിച്ച് പോകുമ്പോൾ അദ്ദേഹം അച്ഛനോട് പറയുകയാണ്, അച്ഛ ഇങ്ങനെ നമ്മുടെ രുക്മിണി ആയി കഴിഞ്ഞാൽ നമ്മളെ എങ്ങനെയാണ് നാളെ ഒരു ജീവിക്കേണ്ടവളല്ലേ. സാധാരണ ഒരു കഥ പോലെ തന്നെയാണ്. നമ്മുടെ മറ്റൊരാളുടെ കൂടെ പറഞ്ഞു വെച്ച് അവിടെ ഒരു ലൗകിക ജീവിതം നയിക്കാൻ ഇത്തരം പ്രകൃതമായി കഴിഞ്ഞാൽ അത് വളരെ വിരോധമാവില്ലേ എന്ന് ചോദിച്ചു. അപ്പം അത് ഈ സഹോദരന്മാരുടെ പേരനൊക്കെ ഈ സ്വർണവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. പലരും പറയാത്ത കാര്യമാണ്. രുക്മം എന്ന് പറഞ്ഞ സംസ്കൃതത്തിൽ സ്വർണം എന്നർത്ഥമാണ്. ഇപ്പം രുക്മി സ്വർണത്തിനെ സ്നേഹിക്കുന്ന ആളാണ്, ലൗകിക ഭാവമാണ്. പിന്നെ മറ്റ് സഹോദരന്മാരുണ്ട്, രുക്മരഥൻ
രുക്മമാലി, രുക്മകേശി, രുക്മബാഹു. രുക്മിയടക്കം 5 സഹോദരന്മാരാണെന്നാണ് പറയുന്നത് ഭീഷ്മകരാജാവ്. ഇതൊക്കെ സ്വർണ്ണമായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പോൾ ആരും പറയാത്ത ചില അർത്ഥങ്ങൾ അതിനകത്ത് ചിലർ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതായത് രുക്മമാലി എന്ന് പറഞ്ഞാൽ സ്വർണ്ണമാലകൾ അണിഞ്ഞിട്ട് സന്തോഷിക്കുന്ന ആൾ. അത് മാല സ്വർണം കൊണ്ട് ഉണ്ടാക്കുക, എങ്ങനെയൊക്കെ ഇടാൻ പറ്റും അങ്ങനെയൊക്കെ ഇടുക. രുക്മബാഹു എന്ന് പറഞ്ഞാൽ ഈ കൈകളിൽ സ്വർണ്ണാലങ്കാരങ്ങൾ ചെയ്തിട്ട് രസിക്കുന്നവൻ. വളയായിട്ടും കങ്കണായിട്ടും കടകായിട്ടും തോൾവളയായിട്ടും മോതിരമായിട്ടും കൈകളെ സ്വർണം കൊണ്ട് അലങ്കരിക്കുക, ഒക്കെ ലൗകിക ഭാവമാണ്. അതുപോലെ തന്നെ രുക്മ കേശി, വേറൊരാൾ രുക്മകേശി. ആ കേശം എന്ന് പറഞ്ഞാൽ തലമുടിയ മൂപ്പർക്ക് ഈ കിരീടം മറ്റ് എങ്ങനെയൊക്കെ ശിരസ് സ്വർണം കൊണ്ട് അലങ്കരിക്കാം, അതാണ് മൂപ്പർ താല്പര്യം, ഈ രുക്മകേശി. ഇപ്പോൾ രുക്മമാലി, രുക്മകേശി, രുക്മബാഹു, രുക്മി. ഏറ്റവും മൂത്ത ജ്യേഷ്ഠനാണ് രുക്മി. അദ്ദേഹം സ്വർണം കൊണ്ട് എല്ലാ രീതിയിലും ഇഷ്ടപ്പെടുന്നവൻ. പ്രത്യേകം എന്നില്ല, ഇരിപ്പിടം വേറൊന്നാണ് ചേർന്ന് ഒക്കെ എങ്ങനെയൊക്കെ സ്വർണ്ണമയം ആക്കാൻ പറ്റും അതിലൊക്കെ സംതൃപ്തി കണ്ടത്. ഇവർക്ക് ആർക്കും ആത്മഭാവത്തിലോ യഥാർത്ഥ സ്നേഹത്തിലോ മനുഷ്യൻ്റെ മൂല്യത്തിലോ താല്പര്യമില്ല. അതാണ് രുക്മിണിക്ക് വിനയായിട്ട് മാറിയത്. അപ്പോൾ ഈ രുക്മിണി എന്നുള്ള പേര് എങ്ങനെയാണ് ചേരുക? രുക്മിണി സസ്വഭാവിയും കൃഷ്ണഭക്തയാണെങ്കിൽ ഈ രുക്മം അവിടെ ചേരുമോ എന്നൊരു ചോദ്യമുണ്ട്. പക്ഷെ അവിടെ കഥയ്ക്ക് സന്ദർഭത്തിനനുസരിച്ചാണല്ലോ അർത്ഥം. ഈ രുക്മിണി എന്ന് പറയുമ്പോൾ സ്വഭാവം സ്വർണത്തിന് തുല്യം എന്നെടുക്കണം എന്നാണ് വ്യാഖ്യാതാക്കൾ പറയുന്നത്. അങ്ങനെ എടുക്കാമല്ലോ, എങ്ങനെ വേണമെച്ചാലും എടുക്കാമല്ലോ. അല്ലാതെ സ്വർണത്തിൽ രുക്മിണിക്ക് യാതൊരു താല്പര്യവും ഇല്ല. പക്ഷേ സ്വർണ്ണ സ്വഭാവം ഉള്ളവർ, സ്വർണത്തിനെ പോലെ സ്വഭാവമുള്ള, അപ്പോൾ സങ്കടം അല്ല, നമ്മൾ വളരെ സ്നേഹം വന്ന ചെറിയ കുട്ടികളെയൊക്കെ സ്വർണ്ണക്കട്ടയെന്നാണല്ലോ വിളിക്കുക. അപ്പോൾ അത്രയും തങ്ക സ്വഭാവമുള്ളവൾ എന്നെടുക്കണം ആ രുക്മത്തിന് അവിടെ മാത്രം, എന്നാലേ കഥ ശരിയാവുള്ളൂ. അപ്പോൾ ഈ കൃഷ്ണനെ മാത്രം വിചാരിച്ച് ലോകത്ത് നിന്ന് ഇങ്ങനെ വേറെ ആയിട്ട് വന്നപ്പോഴാണ് അച്ഛനോട് സംസാരിച്ചത്. ഇങ്ങനെ ഇവളായി തീർന്നാൽ നമുക്കത് വിഷമാണ്, കുറേ ജനങ്ങളുമായിട്ട് ഇടപെടണം, ഉല്ലസിച്ച് നടക്കണം, അങ്ങനത്തെ പ്രായത്തിൽ അങ്ങനെയൊക്കെയല്ലേ വേണ്ടത് അച്ഛാ. ഇപ്പോൾ ഭീഷ്മരാജാവ് ചോദിച്ചു, രുക്മി ഒരാളിപ്പോൾ അങ്ങനെ ആയി വെച്ചാൽ നമ്മളെന്താ ചെയ്യുക? ഒരാളുടെ സ്വഭാവത്തിനെ ഇപ്പോൾ നമുക്ക് മാറ്റാൻ പറ്റുമോ? എന്നാൽ വേറെ ആരെങ്കിലും അല്ലല്ലോ അച്ഛാ, എൻ്റെ സഹോദരിയാണ്, അച്ഛൻ്റെ മകളാണ്. അപ്പം അങ്ങനെ വിട്ടാൽ പറ്റുമോ? എന്താ ചെയ്യാന്ന് ചോദിച്ചിട്ട് കൈമലർത്തേണ്ട കാര്യമല്ലല്ലോ ഇത്. രുക്മി ഇപ്പം എന്താ ഉദ്ദേശിക്കുന്നത്? അല്ല, നമുക്ക് രുക്മിണിയുടെ വിവാഹം അങ്ങോട്ട് നടത്തിയാലോ? എന്നാൽ എല്ലാറ്റിനും ഒരു മാറ്റം വരുമല്ലോ. അങ്ങനെയല്ലേ ലോകത്തിൽ ഒരുപാട് കാര്യങ്ങൾ കണ്ടിരിക്കണത്. അവിടെയൊക്കെ ലൗകിക കഥയാണ് ശരിക്കും. അപ്പം പറഞ്ഞു, ഇതിനിപ്പോൾ ഒരാളെ കിട്ടണ്ടേ രുക്മി? വല്ലവർക്കും പിടിച്ചിട്ട് നമ്മുടെ കുട്ടിയെ കൊടുക്കാൻ പറ്റുമോ? പറ്റിയ ആളെ കിട്ടുക എന്ന് പറഞ്ഞാൽ വലിയ വിഷമമുള്ളൊരു കാര്യമാണ്. അവൾക്ക് ചേർന്നതാവണം, അവൾക്ക് ഇഷ്ടമാവണം, അവളെ ഇഷ്ടമാവണം, എന്തൊക്കെ കാര്യങ്ങളുണ്ട്. അങ്ങനെ ഇതാ എന്ന് പറയുമ്പോഴേക്ക് നിശ്ചയിച്ചിട്ട് നമുക്ക് അങ്ങോട്ട് തീരുമാനിക്കാൻ പറ്റുമോ? അതിന് നല്ലൊരാളുണ്ട്, അച്ഛനൊന്നും വിഷമിക്കേണ്ട. എൻ്റെ സുഹൃത്തായിട്ടുള്ള ശിശുപാലൻ എല്ലാം കൊണ്ടും രുക്മിണിക്ക് ചേരും. എന്താ എന്നങ്ങനെ പറയണു. സൗന്ദര്യമുണ്ട്, അധികാരമുണ്ട്, ധനമുണ്ട്, എല്ലാം ഉണ്ടല്ലോ അവന്. ആ ശിശുപാലന് നമ്മുടെ രുക്മിണിയായിട്ട് അങ്ങോട്ട് വിവാഹം നിശ്ചയിച്ചാൽ എന്താ? അപ്പോൾ പറഞ്ഞു, രുക്മിണിക്കും കൂടി ഇഷ്ടമാവണ്ടേ രുക്മി? അപ്പോൾ പണ്ടത്തെ ആ ഒരു കാലമാണ്. രുക്മിണിയുടെ സമ്മതം ആർക്ക് വേണം അച്ഛാ? അവളോട് ചോദിച്ചിട്ട് അപ്പം എല്ലാം ഒക്കെ നിശ്ചയിക്കണത്. നമുക്കതാണ്ട് നിശ്ചയിക്കഴിഞ്ഞാൽ അച്ഛനൊന്നും പറയണ്ട, ഞാൻ അതിനു വേണ്ട ഒരുക്കങ്ങളൊക്കെ ചെയ്യണം. അപ്പോൾ ഈ മൂത്ത പുത്രൻ പറയണതൊക്കെ അനുസരിച്ചിട്ട് അച്ഛന്മാർക്ക് ചിലപ്പോൾ ഒരു ഗതികേടുണ്ടാവും. അതിൻ്റെ ഫലം പലപ്പോഴും നല്ലതാവില്ല. അതിന് നല്ലൊരു ഉദാഹരണമാണ് ഭാരതത്തിൽ ദുര്യോധനൻ പറഞ്ഞതൊക്കെ കേട്ടു ധൃതരാഷ്ട്ര അച്ഛൻ. അതിൽ ആ ചെയ്തതൊക്കെ പലതും വലിയ തെറ്റുകളായിരുന്നു. കാരണം പാഞ്ചാലിയുടെ വസ്ത്രവും മുടി അഴിച്ച് അപമാനിക്കുകയല്ലേ അച്ഛാ? ഓ ശരി, ആയിക്കോട്ടെ. ഭീമനെ കൊന്നാലോ അത് അതിലേറെ നന്നായി. കുന്തിയെ ദ്രോഹിച്ചാലോ ആയിക്കോട്ടെ ഉണ്ണി. അപ്പോൾ ഇതൊക്കെ അരുത് ഉണ്ണി എന്നല്ലേ പറയേണ്ടത്. അരുത് എന്ന് പറയേണ്ടതിന് പകരം ഒക്കെ അനുവദിച്ച് കൊടുത്തതുകൊണ്ട് എന്തായി? അവസാനമൊക്കെ ഓരോ അംശം മുഴുവൻ മുച്ചൂട് മുടിച്ചു. നമുക്ക് പഠിക്കേണ്ട കാര്യം കൂടി ഉണ്ട് കഥയിൽ നിന്ന്, വളരെ പ്രധാനമാണ്. കഥ അങ്ങനെ പറയല്ലോ, നമ്മളെന്ത് മനസ്സിലാക്കണം, അതും കൂടി ഈ കഥകളുടെയൊക്കെ ഒരു പ്രധാന ഉദ്ദേശമാണ്. അപ്പോൾ എപ്പോഴും ഒരു കുട്ടി അല്ലെങ്കിൽ ഒരു പുത്രൻ, നമ്മൾ ആ കുട്ടി പറഞ്ഞ കാര്യങ്ങൾ ഒക്കെ സാധിപ്പിച്ചു കൊടുക്കുക എന്നുള്ളതല്ല ഒരു അച്ഛൻ്റെയും അമ്മയുടെയും ദൗത്യം. അരുത്, ഒരു ബിഗ് ഡോണ്ട് പറയേണ്ട ദിക്കിൽ അത് പറയുന്ന വേണം, വേണ്ടേ? അരുത് ഉണ്ണി, അത് തെറ്റാണ് ചെയ്യണത് എന്ന് പറയേണ്ടടുത്ത് അത് പറഞ്ഞില്ലെങ്കിൽ അച്ഛനാവും അമ്മയോ അല്ലെങ്കിൽ ആ കുട്ടിക്ക് ഭാവി ശരിയോ ഒക്കെ അനുവദിച്ച് കൊടുക്കുക, വാങ്ങി കൊടുക്കുക. ഇതല്ല ഒരു അച്ഛൻ്റെ അവിടെ ഇന്ന് നമ്മൾ പലർക്കും പറ്റണൊരബദ്ധമാണത്. കുട്ടി പറഞ്ഞതൊക്കെ ശരിയായി, ശരി 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 എന്ന് പറഞ്ഞിട്ട് അവസാനം അവൻ്റെ സ്വഭാവം വൈകല്യമാവും, സ്വാർത്ഥനാവും.
അപ്പോൾ പിന്നെ നമ്മൾ തിരുത്താൻ പറ്റില്ല. അത് കാണിക്കുകയാണ്. ഒരു കഥ തന്നെ പറയും, ഒരു ആനയെ വാങ്ങിത്തരണം എന്നൊരു കുട്ടി പറഞ്ഞു. അച്ഛനില്ലാത്ത കാശൊക്കെ ഉണ്ടാക്കി ആനയെ വാങ്ങി. ഈ ചുണ്ണാമ്പ് പാത്രത്തിൽ ഇതിനെ ആക്കി തരണം അച്ഛാ എന്ന് പറഞ്ഞാൽ, ഈ ചുണ്ണാമ്പ് പാത്രത്തിൽ ആനയാക്കണ വിദ്യ അന്വേഷിച്ചിട്ട് ഇവൻ ലോകം മുഴുവൻ നടന്നാൽ എങ്ങനെയുണ്ടാവും? എന്താവും അതിൻ്റെ വിപത്ത്? സാധിക്കുന്നതാണോ? എന്താ ഉണ്ണി ഈ വിഡിത്തം പറയണത്? ഇതൊക്കെ നടക്കണ കാര്യമാണ്, ഈ ഉണ്ടാണ്ടിരിക്കൂ എന്നല്ലേ പറയേണ്ടത്. അപ്പം അങ്ങനെ പറയേണ്ട ദിക്കിൽ അങ്ങനെ പറയാനും ഒരു അച്ഛനും അമ്മയ്ക്കും ബാധ്യതയുണ്ട്. അത് ചെയ്തില്ലെങ്കിൽ മൊത്തം പ്രശ്നമാവും. ഇവിടെ ഭീഷ്മക രാജാവിന് ഈ മുക്മിയെ എതിർക്കാൻ കഴിയണില്ല. മൂത്തപുത്രൻ എന്നുള്ള ആ ഒരു ബലഹീനതയും ശക്തി കുറവ്, പ്രായം വരുമ്പോൾ അങ്ങനെയാണല്ലോ മക്കൾ പറയണത്. അവസാനം ആ വിവാഹമാണ് നിശ്ചയിച്ചു. ശിശുപാലനുമായിട്ടുള്ള വിവാഹം നിശ്ചയിച്ചു. രുക്മിക്ക് വളരെയേറെ സങ്കടമായി. ഈ ജീവിതത്തിൽ മരിക്കുകയാണ് ഭേദം. കാരണം താൻ കൃഷ്ണനെ എന്നോ മനസ്സുകൊണ്ട് വരിച്ചിരിക്കുന്നു, തൻ്റെ ഭർത്താവ് ആവണം, തൻ്റെ ആളാണെന്നും പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ താൻ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല എന്നും പറഞ്ഞ് വളരെയേറെ ദുഃഖിച്ചു. അപ്പോൾ അങ്ങനെ കഥയായിട്ടൊക്കെ നമ്മൾ പറയുമ്പോൾ പലരോടും രുക്മിണി ഇങ്ങനെ പറയുന്നുണ്ട്. ചിലരൊക്കെ രുക്മിണിയോട് ചോദിക്കുന്നുണ്ട്, രുക്മിണി വിവാഹമൊക്കെ നിശ്ചയിച്ചുവല്ലോ. ആരോടും രുക്മിണി സന്തോഷഭാവമല്ല വർത്തിക്കുന്നത്. അങ്ങനൊരു ബ്രാഹ്മണൻ ഇതിനെപ്പറ്റി ഇങ്ങനെ ചോദിക്കാനിടയായി. രുക്മിണി വിവാഹം നിശ്ചയിച്ചുവല്ലേ? അപ്പോഴൊന്നും മറുപടി പറയാതെ ക്ഷേത്രത്തിൽ വലം വെച്ച് കണ്ണീരൊഴുക്കിക്കൊണ്ട് വരുന്ന രുക്മിണിയാണ് കാണുന്നത്. എന്താ രുക്മിണി ഞാൻ ചോദിച്ചതിന് മറുപടി പറയാത്തത്? വിവാഹം നിശ്ചയിച്ചിട്ട് ആരെങ്കിലും കരയൂ? എന്തേ രുക്മിണിക്ക് പറ്റി? എന്നോട് തുറന്നു പറഞ്ഞോളൂ, അതുകൊണ്ട് ഒരു കുഴപ്പം ഉണ്ടാവില്ല. ഞാൻ പറയേണ്ട ദിക്കിൽ പറയേണ്ട പോലെ ആ വിഷയത്തിലെ കൈകാര്യം ചെയ്യുള്ളൂ. എന്നോട് പറഞ്ഞുകൂടെ എന്ന് ഈ ബ്രാഹ്മണൻ ചോദിച്ചപ്പോൾ, ബ്രാഹ്മണർ പണ്ട് സത്യവാന്മാരാണ്. ബ്രാഹ്മണ, ഈ വിവാഹത്തിൽ എനിക്ക് ഒട്ടും തൃപ്തിയില്ല. സർവേശ്വരനായിട്ടുള്ള ഭഗവാനായിട്ടുള്ള ശ്രീകൃഷ്ണനെ, ദ്വാരകാവാസിയായിട്ടുള്ള കൃഷ്ണൻ അന്ന് ആരും പത്നിമാരായിട്ടില്ല. താനാണ് പ്രഥമ പത്നിയാവാൻ പോണത്. അതുകൊണ്ട് എല്ലാം കൊണ്ടും കൃഷ്ണന് ഞാൻ ചേരുന്നതാണ് ഞാൻ വിശ്വസിക്കണം. എനിക്ക് ആ കൃഷ്ണനെ അല്ലാണ്ട് ആ സ്ഥാനത്ത് ഈ ലോകത്തിൽ ആരെയും കാണാൻ സാധിക്കില്ല. എൻ്റെ ഏട്ടനോടൊന്ന് പെട്ടെന്ന് പറഞ്ഞു പോകരുത്. എന്നെ ഉപദ്രവിക്കാനോ മുറിക്കകത്തിട്ട് പൂട്ടാനോ വേണ്ടി വന്നാൽ കൊല്ലാനടക്കം മടിക്കില്ല. രുക്മിണി ദുഷ്ടനാണ്, അത് നല്ല സ്വഭാവക്കാരൻ. അല്ലെങ്കിൽ രുക്മിണിക്ക് ഇഷ്ടമുള്ള ആൾക്കല്ലേ കൊടുക്കുക. ആയിക്കോട്ടെ, ഒന്നും വിഷമിക്കേണ്ട രുക്മിണി. ഞാനൊരു കാര്യം ചെയ്യാം. എൻ്റെ ദേവീക്ഷേത്രമാണ്, ഒന്ന് പുഷ്പാഞ്ജലി ചെയ്തിട്ട് വരട്ടെ. രുക്മിണി അവിടെ നിൽക്കൂ. ചില ഘട്ടത്തിലൊക്കെ ആ അമ്മ എന്നെ ചിലത് തോന്നിക്കാറുണ്ട് എന്നങ്ങനെ പറഞ്ഞ് പുഷ്പാഞ്ജലിയൊക്കെ ചെയ്ത് കൊണ്ടുവന്നു. രുക്മിണി വിഷമിക്കേണ്ട, അമ്മ എന്നോടൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. രുക്മിണിക്ക് കൃഷ്ണനോട് പറയാനുള്ളതെല്ലാം ഒരു സന്ദേശമായിട്ട് എനിക്ക് എഴുതി തരുന്നതിന് വിരോധമുണ്ടോ? ദ്വാരക വരെ ഒന്ന് പോയാലോ എന്ന് ആലോചിക്കുക ഞാൻ. ഭക്തവത്സലനല്ലേ ആ ഭഗവാൻ. അങ്ങനെ ഒരാളുടെ അപേക്ഷ തള്ളിക്കളയോ? അന്നത്തെ രീതിയിൽ ചെമ്പോലെയോ സാധാരണ പോലെയോ എന്താണോ എന്തായാലും കടലാസും പേനയൊന്നും ആവണമെന്നില്ല, പണ്ടത്തെ കാലമാണ്. അതെല്ലാം ഒരു സന്ദേശമാക്കിയിട്ട് വളരെ ഷോർട്ടായിട്ട് ഒരു സന്ദേശമായിട്ട് എഴുതി ആ ബ്രാഹ്മണൻ്റെ കയ്യിലാണ്ട് കൊടുക്കുകയാണ്. എല്ലാം നല്ലത് വരട്ടെ ബ്രാഹ്മണ, അങ്ങയുടെ മനസ്സ് പോലെ എൻ്റെ മനസ്സ് സാധിക്കണം, എനിക്ക് അത്രയേ ഉള്ളൂ എന്നങ്ങനെ പറഞ്ഞ് ഈ സന്ദേശം അങ്ങനെ കൊടുത്തു. അങ്ങനെ ആ സന്ദേശമായിട്ട് ബ്രാഹ്മണൻ എങ്ങനെ ദ്വാരകയിലേക്ക് വരികയാണ്.